ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചിയുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത ഈ റോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റത്തിൻ്റെ കൂടെയും കഴിക്കാം. ഉള്ളിയോ തക്കാളിയോ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ 500 ഗ്രാം ഇടത്തരം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ പോക്കി നമുക്കൊന്ന് വൃത്തിയാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ചെമ്മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് നമുക്കിതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. 2 സ്പൂണ് കോൺഫ്ലോർ എടുത്തു. ഒരു ചെറിയ കയ്യിൽ നമുക്ക് മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതിൽ ഒരു ഗ്രേവി ആക്കി എടുക്കാം. വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് നല്ല രീതിയിൽ കലക്കിയെടുക്കണം. കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. നല്ലവണ്ണം കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു കോഴിമുട്ട ചേർക്കാം. ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ചേർത്ത കോഴിമുട്ടയും നമുക്ക് നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ അതിന് ഓരോ കഷ്ണം ഇഞ്ചിയും 10 വെള്ളുള്ളിയും എടുത്ത് നമുക്കൊന്ന് അരച്ച് 1 സ്പൂൺ എടുത്ത് ഇതിലേക്ക് കലക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കാം. അടുത്തതായി നമുക്കിത് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രേവിയിൽ നിന്ന് പെറുക്കിടാം. ചെമ്മീൻ ഇങ്ങനെ ഓരോന്നായി മാത്രമേ ഇടാവൂ. ഒന്നായിട്ടിട്ടാൽ ഇത് അപ്പം പോലെ ആയിപ്പോകും. കാരണം ഇതിൽ നമ്മൾ കോൺഫ്ലോർ ആണല്ലോ ചേർത്തിട്ടുള്ളത്. ഇത് കുറച്ച് വേഗം തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നല്ല രീതിയിൽ ഹാർഡാവരുത്. ഹാർഡായാൽ ചെമ്മീൻ തിന്നാനൊരു രസം ഉണ്ടാവുകയില്ല. തക്കാളി ഉള്ളിയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ലെങ്കിലും ഇത് തിന്നാൻ വളരെ രുചിയാണ്. നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ നല്ല റോസ്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇന്നും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മളിവിടെ ചെമ്മീൻ ഫ്രൈ ആക്കിയത്, മറ്റൊരു രീതിയിലാണ്. എന്നും ഒരേ രീതിയിലായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി രീതി വെച്ചതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പിരയാണ്. അതിന് ഞാനിവിടെ 1 മുറി തേങ്ങ എടുത്ത് ചിരവിയിട്ടുണ്ട്. അത് നമുക്ക് ആ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വറവിട്ടെടുക്കാം. ഇതിലാവശ്യമുള്ളവർ കുറച്ച് മുളക് പൊടി ചേർത്തും വറക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് കറിവേപ്പില മാത്രമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടണം. സാവധാനം നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അധികം തീ കൂട്ടിയാൽ ഇത് കരിഞ്ഞു പോകും. നമുക്കൊരു മീഡിയം തീയാക്കിക്കൊണ്ട് ഇത് സാവധാനം വറുത്തെടുക്കാം. നമുക്ക് ഈ തേങ്ങാപ്പീരയൊക്കെ ചെമ്മീൻ ഫ്രൈയുടെ നടുവിലേക്കിട്ടൊന്ന് അലങ്കരിക്കാം. കാണാൻ നല്ല രസമല്ലേ? തിന്നാനും ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും എഴുതാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.